ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു മത്തങ്ങ കൊണ്ടൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മത്തൻ കൊണ്ടൊരു പായസമാണ്. ഈ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഇതിനായിട്ട് ഞാനൊരു ചെറിയൊരു മത്തങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് ഒരു പീസസായി കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞെടുക്കാം. പീസ് നല്ല ചെറുതാക്കി കട്ട് ചെയ്യണമെന്നില്ല, വലിയ പീസസ് ആയാലും കുഴപ്പമില്ല. കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. എല്ലാ പീസസും കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പയർ പരിപ്പ് കൂടി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ച് ഇത് വെന്ത് വരുന്നത് വരെ വിസിലിട്ടെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് മത്തൻ്റെ പീസും പരിപ്പും ഒക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും, അല്ലെങ്കിൽ അടി പിടിക്കും. കൈവിടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ശർക്കര പാനിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായി തിക്കായി വന്നതിന് ശേഷം ഇതിലോട്ട് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1/4 തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാകും. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നതിന് ശേഷം ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഏലക്കായ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാ തേങ്ങ കൊത്തും ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഗോൾഡൻ നിറമാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നിറം മാറി വന്നതിന് ശേഷം കോരി മാറ്റാം. അടുത്തതായിട്ട് കാഷ്യൂസും റൈസിൻസും കൂടി ഇതുപോലെ വറുത്ത് കോരാം. അതും കൂടി ഇട്ട് പായസത്തിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പംകിൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പായസമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.